Hello guys, this is Josh Dominic. I'm a software engineer. So ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ നമ്മുടെ പ്ലേസ്മെന്റ് കോഡിംഗ് സീരീസ് ആയ ലെറ്റ്സ് കോഡിന്റെ പാർട്ട് 7 വീഡിയോ ആണ് ചെയ്യുന്നത്. നിങ്ങൾ ചാനൽ വരുന്ന ആദ്യമായിട്ടാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മാക്സിമം ശ്രമിക്കുക. നമ്മൾ 1000 സബ്സ്ക്രൈബേഴ്സ് എത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ പെട്ടെന്ന് നമുക്ക് സാധിക്കും. ഇതുപോലുള്ള കോഡിംഗ് വീഡിയോസ് ചെയ്യാനായിട്ട് എനിക്ക് കൂടുതൽ മോട്ടിവേറ്റഡ് ആവും. പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ക്വസ്റ്റ്യൻസിന്റെ ഡൗട്ട്സ് ഒക്കെ കമന്റ് സെക്ഷനിൽ ഇടുക. വിത്ത് ദാറ്റ് ഔട്ട് ഓഫ് ദ വേ ഗൈസ്, ലെറ്റ്സ് ഗെറ്റ് ഇൻടു ടുഡേയ്സ് വീഡിയോ. സോ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് കോഡ് ഷെഫില് 850 ഡിഫിക്കൽറ്റി ഉള്ള ഒരു പ്രോബ്ലം ആണ്. ലാസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ ചെയ്തത് 800 ഡിഫിക്കൽറ്റി ആണ്. സാധാരണ ഞാൻ 100 വെച്ചാണ് ഡിഫിക്കൽറ്റി ഓരോ എപ്പിസോഡിൽ അപ്പ് ചെയ്യുന്നത്. അപ്പൊ ഇതിൽ ഞാൻ 50 ആകാനുള്ള കാരണം ഇനി അങ്ങോട്ട് നമ്മൾ ഡിഫിക്കൽറ്റിയുടെ റേറ്റിംഗ് കൂട്ടും തോറും പെട്ടെന്ന് ഡിഫിക്കൽറ്റി കൂടി വരും. അതുകൊണ്ടാണ് ഞാൻ 50ലേക്ക് കുറച്ചത്. സോ ഇന്ന് നമുക്ക് 850 ഡിഫിക്കൽറ്റി ഉള്ള ഒരു പ്രോബ്ലം നോക്കാം. സം പ്രോഗ്രാമിംഗ് കോൺടെസ്റ്റ് പ്രോബ്ലംസ് ആർ റിയലി ട്രിക്കി. നോട്ട് ഓൺലി ഡു ദേ റിക്വയർ എ ഡിഫറെന്റ് ഔട്ട്പുട്ട് ഫോർമാറ്റ് ഫ്രം വാട്ട് യു മൈറ്റ് ഹാവ് എക്സ്പെക്ടഡ്, but also the sample output does not show the difference. For example, let us look at permutations. അതായത് ഇവർ പറഞ്ഞിരിക്കുന്നത് എല്ലാ പ്രോബ്ലം എപ്പോഴും നമുക്ക് സാമ്പിൾ ഔട്ട്പുട്ട് നോക്കിയിട്ട് ആൻസർ കണ്ടുപിടിക്കാൻ പറ്റണമെന്നില്ല. ആക്ച്വലി ചില ടെസ്റ്റ് കേസസിൽ ആ ലോജിക്ക് വ്യത്യാസം ഉണ്ടാവും എന്നുള്ള കാര്യമാണ് അത് ജനറലി പറഞ്ഞിരിക്കുന്നതാണ്. ഇവിടുത്തെ നമ്മളുടെ ഇന്നത്തെ പ്രോബ്ലം എന്ന് പറയുന്നത് പെർമ്യൂട്ടേഷൻ ബേസ്ഡ് ആണ്. സോ മൊത്തം ഞാൻ വായിക്കുന്നില്ല. സോ ബേസിക്കലി പെർമ്യൂട്ടേഷൻ ഓഫ് ഇൻഡിജേഴ്സ് 1 to n എന്ന് പറയുന്നത് ഓർഡറിംഗ് ഓഫ് ദോസ് നമ്പേഴ്സ് ആയിരിക്കും. 1 2 3 4 5 എന്ന് പറയുന്ന ഈ നമ്പേഴ്സ് വെച്ചിട്ട് നമുക്ക് പല പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം. അതായത് ഈ നമ്പേഴ്സ് പല രീതിയിൽ ഓർഡർ ചെയ്യാം. 3 4 5 2 1 അല്ലെങ്കിൽ 2 വെച്ച് സ്റ്റാർട്ട് ചെയ്തിട്ട് പിന്നെയുള്ള എങ്ങനെയൊക്കെ ഓർഡർ ചെയ്തിട്ട് ഈ 5 നമ്പേഴ്സ് ഓർഡർ ചെയ്യുന്നത്. അങ്ങനെ n ഈക്വൽ ടു എത്രയാണോ അത്രയും നമ്പേഴ്സ് പല രീതിയിലുള്ള ഓർഡറിങ്ങിനാണ് ഒരു പെർമ്യൂട്ടേഷൻ എന്ന് പറയുന്നത്. സോ പിന്നെയുള്ള ഇവിടെ നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്, ഇവരൊരു പർട്ടിക്കുലർ പെർമ്യൂട്ടേഷന്റെ കാര്യം പറയുന്നുണ്ട്. However, there is another possibility of representing a permutation. You create a list of numbers where the ith number is the position of the integer I in the permutation. Let us call this second possibility an inverse permutation. ഇവിടെ ഒരു പുതിയൊരു കൺസെപ്റ്റ് പറയുന്നുണ്ട്, ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ. ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്, നമുക്കൊരു പെർമ്യൂട്ടേഷൻ തന്നിട്ട് അതിന്റെ ഒരു ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കാം. സോ അതെന്താണെന്നാണ് ഇവരിവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് ബേസിക്കലി ഒന്നുമില്ല, 1 2 3 4 5 എന്നൊരു പെർമ്യൂട്ടേഷൻ വെച്ചിട്ട് നമുക്ക് അതിന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് നമ്മുടെ ആദ്യം തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷനിൽ 1ന്റെ, അതായത് ഇവിടെ ഫസ്റ്റ് പൊസിഷൻ എന്ന് പറയുമ്പോൾ പൊസിഷൻ 1. അപ്പൊ ആദ്യം തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷനിൽ 1ന്റെ പൊസിഷൻ എന്താണോ അതായിരിക്കും ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന വാല്യൂ. സോ ഫോർ എക്സാമ്പിൾ ഇവിടെ തന്നിട്ടുണ്ട്, ഇവിടെ തന്നിരിക്കുന്ന 2 3 4 5 1ന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഇവർ തന്നിട്ടുണ്ട്. സോ 2 3 4 5 1ന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ എങ്ങനെയാണ് 5 1 2 3 4 ആയത്? സോ ഫസ്റ്റ് പൊസിഷനിൽ ഞാൻ പറഞ്ഞതനുസരിച്ച് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഇതാണെങ്കിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ആദ്യത്തെ പെർമ്യൂട്ടേഷനിൽ 1ന്റെ പൊസിഷൻ ആയിരിക്കും. സോ ആദ്യത്തെ പെർമ്യൂട്ടേഷനിൽ 1ന്റെ പൊസിഷൻ നമുക്ക് നോക്കി അറിയാം. ആദ്യത്തെ പെർമ്യൂട്ടേഷനിൽ 1ന്റെ പൊസിഷൻ എന്ന് പറയുന്നത് 5 ആണ്. അങ്ങനെയാണ് ഇൻവേഴ്സിൽ ഫസ്റ്റ് പൊസിഷനിൽ 5 വന്നത്. ഇനി സെക്കൻഡ് നോക്കിക്കഴിഞ്ഞാൽ സെക്കൻഡ് വന്ന നമ്പർ 1 ആണ്. സോ സെക്കൻഡ് പൊസിഷനിൽ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ ഏത് നമ്പർ ഇടണമെന്ന് കണ്ടുപിടിക്കണമെങ്കിൽ ഫസ്റ്റ് ആദ്യത്തെ പെർമ്യൂട്ടേഷനിൽ 2ന്റെ പൊസിഷൻ എവിടെയാണെന്ന് കണ്ടുപിടിക്കണം. സോ ആദ്യത്തെ പെർമ്യൂട്ടേഷൻ 2 എവിടെയാണ്, ഫസ്റ്റ് പൊസിഷനിലാണ്. അതുകൊണ്ട് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ സെക്കൻഡ് പൊസിഷനിൽ 1 വന്നു. സോ അത്രയേ ഉള്ളൂ ഗൈസ് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ എന്ന് പറയും. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് നമുക്ക് നോക്കാം. An ambiguous permutation is a permutation which cannot be distinguished from its inverse permutation. എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല, ഇവിടെ വേറൊരു കൺസെപ്റ്റ് ഇവിടെ പറഞ്ഞു, ആംബിഗ്യസ് പെർമ്യൂട്ടേഷൻ. സോ ആംബിഗ്യസ് പെർമ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ആ പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനും ഒറിജിനൽ പെർമ്യൂട്ടേഷനും എടുത്തു കഴിഞ്ഞാൽ സെയിം പെർമ്യൂട്ടേഷൻ ആയിരിക്കും നമുക്ക് കിട്ടുക. സോ അങ്ങനെയുള്ള പെർമ്യൂട്ടേഷൻസിനെയാണ് ആംബിഗ്യസ് പെർമ്യൂട്ടേഷൻ പറയുന്നത്. ഇനി ഇവിടെ ക്വസ്റ്റ്യൻ എന്താണ്, നമുക്ക് നേരെ ക്വസ്റ്റ്യനിലേക്ക് പോവാം. You have to write a program which detects if a given permutation is ambiguous or not. സോ ഇത്രയുള്ള കേസ് നമ്മുടെ ക്വസ്റ്റ്യൻ, നമുക്കൊരു പെർമ്യൂട്ടേഷൻ തരും, ആ പെർമ്യൂട്ടേഷൻ ആംബിഗ്യസ് ആണോ അല്ലേന്ന് നോക്കണം. എന്ന് പറഞ്ഞാൽ ആ പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിച്ചിട്ട് അത് രണ്ടും സെയിം ആണോ നോക്കണം. അത് രണ്ടും സെയിം ആണെങ്കിൽ ആംബിഗ്യസ് ആണ്, അല്ലെങ്കിൽ ആംബിഗ്യസ് അല്ല. സോ ബേസിക്കലി ഒരു പെർമ്യൂട്ടേഷന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ കണ്ടുപിടിക്കാനുള്ള ലോജിക്കാണ് നമ്മളിവിടെ എഴുതേണ്ടത്. സോ ഇവിടെ ഇൻപുട്ട് ഫോർമാറ്റ് ഒന്ന് ശ്രദ്ധിക്കണം. ഇൻപുട്ടിൽ സാധാരണ നമുക്ക് നമ്പർ ഓഫ് ടെസ്റ്റ് കേസസ് തരും, പക്ഷെ ഇവിടെ കണ്ടെയ്ൻസ് സെവറൽ ടെസ്റ്റ് കേസസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഒരു ക്ലിയർലി ഡിഫൈൻഡ് വാല്യൂ തന്നിട്ടില്ല. ഇൻപുട്ടിൽ എത്ര ടെസ്റ്റ് കേസ് വേണേ വരാം. ഫസ്റ്റ് ലൈൻ ഓഫ് ഈച്ച് ടെസ്റ്റ് കേസ് കണ്ടെയ്ൻസ് എൻ ഇൻറ്റിജർ n ക്യാൻ റേഞ്ച് ഫ്രം 1 to 100,000. പിന്നെ അടുത്ത ലൈനിൽ വരുന്നത് ഫസ്റ്റ് ലൈൻ ഇൻറ്റിജർ n, സെക്കൻഡ് ലൈനിൽ n നമ്പേഴ്സ് ഉള്ള ഒരു പെർമ്യൂട്ടേഷൻ ആയിരിക്കും വരുന്നത്. പിന്നെ ഇവിടെ ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ട്, യു ക്യാൻ അസ്യൂം ദാറ്റ് എവറി ഇൻറ്റിജർ ബിറ്റ്വീൻ 1 and n അപ്പിയേഴ്സ് എക്സാക്ട്ലി വൺസ് ഇൻ ദ പെർമ്യൂട്ടേഷൻ. അതായത് ഒരു പെർമ്യൂട്ടേഷനിൽ n ലെങ്ത് ഉള്ള പെർമ്യൂട്ടേഷൻ ആണെങ്കിൽ 1 to n എന്ന് പറയുന്ന നമ്പേഴ്സ് എക്സാക്ട്ലി വൺസേ വരുള്ളൂ, ഓരോ നമ്പറും ഡ്യൂപ്ലിക്കേഷൻ ഉണ്ടാവത്തില്ല. പിന്നെ ഇവിടെ എങ്ങനെയാണ് നമ്മൾ ടെസ്റ്റ് കേസ് എപ്പോൾ എടുത്ത് തീർക്കണമെന്ന് പ്രോഗ്രാമിൽ എങ്ങനെ കണ്ടുപിടിക്കും, ലാസ്റ്റ് ടെസ്റ്റ് കേസ് ഈസ് ഫോളോഡ് ബൈ എ 0. അത് എന്നിന്റെ വാല്യൂ എടുത്തെടുത്ത് ഒരു n 0 കിട്ടുകയാണെങ്കിൽ അപ്പൊ നമുക്ക് ടെസ്റ്റ് കേസ് എടുത്ത് നിർത്താം. സാധാരണ നമ്മൾ ടെസ്റ്റ് കേസ് എടുക്കുന്നതായിട്ട് ഇവിടെ ചെറിയൊരു വ്യത്യാസം ഉണ്ട്. അതുകൊണ്ടാണ് ഞാനത് എടുത്ത് പറഞ്ഞത്. ഒരു ഡിഫറെന്റ് കൈൻഡ് ഓഫ് ടേക്കിംഗ് ഇൻപുട്ട് ആണ് ഇവിടെ.
സോ നിങ്ങൾക്ക് പ്രോബ്ലം മനസ്സിലായെന്ന് വിചാരിക്കുന്നു ഗൈസ്. സോ എന്നത്തെയും പോലെ നിങ്ങൾ വീഡിയോ ഇവിടെ പോസ് ചെയ്യുക, നിങ്ങൾ തന്നെ പ്രോബ്ലം സോൾവ് ചെയ്യാൻ ശ്രമിക്കുക. അത് കഴിഞ്ഞ് ഞാൻ നിങ്ങൾക്ക് പ്രോബ്ലം സോൾവ് ചെയ്ത് തരുന്നതായിരിക്കും. സോ ഗൈസ്, ലെറ്റ്സ് ഗോ പോസ്റ്റ് ദ വീഡിയോ, ട്രൈ ഇറ്റ് യുവർ സെൽഫ്. വെൽക്കം ബാക്ക് ഗൈസ്. നിങ്ങൾ കുറച്ച് പേർക്കെങ്കിലും സൊല്യൂഷൻ കിട്ടിയെന്ന് വിചാരിക്കുന്നു. സോ നമുക്ക് സൊല്യൂഷനിലേക്ക് കടക്കാം. സോ ഇവിടെ നമ്മൾ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ ബേസിക്കലി നമുക്ക് തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷനിൽ നിന്ന് തന്നെ ഒരു കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റും എന്നുള്ളതാണ്. അത് ആംബിഗ്വസ് പെർമ്യൂട്ടേഷൻ ആണോ എന്നുള്ളത്. സോ നമ്മൾ ചെയ്യേണ്ടത് ഒരു ലോജിക്കൽ കണ്ടീഷൻ ഡിറൈവ് ചെയ്തെടുക്കണം. തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ ആംബിഗ്വസ് ആണോ എന്ന് കണ്ടുപിടിക്കാൻ. സോ ആ കണ്ടീഷൻ ബ്രേക്ക് ചെയ്ത് കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നില്ലെങ്കിൽ നമുക്ക് അപ്പോൾ തന്നെ പറയാം ഈ തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ ആംബിഗ്വസ് അല്ല, അതായത് അതും അതിന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഈക്വൽ അല്ല എന്നുള്ളത്. സോ നമുക്ക് ഇവിടെ ഒരു തന്നിരിക്കുന്ന ആംബിഗ്വസ് പെർമ്യൂട്ടേഷന്റെ എക്സാമ്പിൾ വെച്ചിട്ട് ആ പാറ്റേൺ അല്ലെങ്കിൽ ആ ലോജിക്കൽ കണ്ടീഷൻ കണ്ടുപിടിക്കാൻ പറ്റുമെന്നൊന്ന് നോക്കാം. ഞാൻ ഇവിടെ ഒരെണ്ണം എടുത്തു വെച്ചിട്ടുണ്ട്. 1432 എന്ന് പറയുന്ന ആംബിഗ്വസ് പെർമ്യൂട്ടേഷൻ ആണ് ഇവർ തന്നിട്ടുള്ള എക്സാമ്പിൾ. സോ അതിന്റെ ഇൻവേഴ്സ് എന്ന് പറഞ്ഞാൽ ഇവിടെ 1432 തന്നെ വരും. അതെങ്ങനെയാണ് വന്നത്? ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനിൽ ഫസ്റ്റ് പൊസിഷനിൽ വരുന്ന നമ്പർ എന്ന് പറയുന്നത് ഒറിജിനൽ പെർമ്യൂട്ടേഷൻ പിയിൽ ഈ പറയുന്ന വണ്ണ് ഒറിജിനൽ പെർമ്യൂട്ടേഷൻ പിയിൽ വണ്ണിന്റെ പൊസിഷൻ എന്താണോ അതായിരിക്കും പി ഇൻവേഴ്സിൽ ആ പൊസിഷനിൽ വരുന്ന വാല്യൂ. സോ ഇവിടെ 1 വന്നു. ഇനി സെക്കൻഡ് എന്ന് പറയുന്നത് ഒറിജിനൽ പെർമ്യൂട്ടേഷനിൽ 2ന്റെ പൊസിഷൻ. ഒറിജിനൽ പെർമ്യൂട്ടേഷൻ 2ന്റെ പൊസിഷൻ എന്താണ്? 4. സോ സെക്കൻഡ് പൊസിഷനിൽ ഇൻവേഴ്സിൽ നമ്മൾ 4 ഫില്ല് ചെയ്തു. പിന്നെ തേർഡ് പൊസിഷനിൽ അതുപോലെ 3 എന്ന് പറയുമ്പോൾ ഒറിജിനൽ പെർമ്യൂട്ടേഷനിൽ 3 എന്ന് പറയുന്ന വാല്യൂന്റെ പൊസിഷൻ വിച്ച് ഈസ് 3. അങ്ങനെയാണ് നമ്മൾ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ഉണ്ടാക്കുന്നത്. സോ ഈ കണ്ടീഷൻ വെച്ചിട്ട് ഒന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാക്കാൻ പറ്റും ഈ ഒറിജിനൽ പെർമ്യൂട്ടേഷൻ ഒരു പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണം. സോ അതെന്ന് പറയുന്നത് വേറെ ഒന്നുമല്ല, ഞാനിവിടെ എഴുതാം. അതായത് ഒറിജിനൽ പെർമ്യൂട്ടേഷനിലെ ഒരു വാല്യൂ, ith പൊസിഷനിൽ വരുന്ന ഒരു വാല്യൂ, ഫോർ എക്സാമ്പിൾ പി ഓഫ് ഐ ആണെന്ന് വിചാരിക്കുക. പി ഓഫ് ഐ ഫോർ എക്സാമ്പിൾ 1 എന്ന് എടുക്കുക. ഐ ഈക്വൽ ടു 1 ആണെന്ന് വിചാരിക്കുക. ഇവിടെ ഐ ഈക്വൽ ടു 1 കിടക്കുന്നത് 1. സോ ഒറിജിനൽ പെർമ്യൂട്ടേഷനിൽ തന്നെ ആ ith പൊസിഷനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഐ തന്നെ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ആവത്തുള്ളൂ. ഇവിടെ നിങ്ങൾക്ക് ചെക്ക് ചെയ്ത് നോക്കാം. ഇനി ഞാൻ 2 എടുത്ത് നോക്കാം. ഐ ഈക്വൽ ടു 2 ആണെന്ന് വിചാരിക്കുക. പി ഓഫ് ഐ എത്രയാണ്? പി ഓഫ് ഐ എന്ന് പറയുന്നത് 2. അപ്പോൾ ഒറിജിനൽ പെർമ്യൂട്ടേഷനിൽ തന്നെ പി ഓഫ് 2 എന്ന് പറയുന്നത് 4. പി ഓഫ് 2 എന്ന് പറയുന്നത് 4 വരാൻ കാരണം സെക്കൻഡ് പൊസിഷനിൽ വരുന്നത് വാല്യൂ എന്ന് പറയുന്നത് പി ഓഫ് 2 വിച്ച് ഈസ് 4. ശരിയല്ലേ? ഇനി ഈ പറയുന്ന പി ഓഫ് ഐ എന്ന് പറയുന്നത് ഐ ആയിരിക്കും എപ്പോഴും. ഇത് ആംബിഗ്വസ് പെർമ്യൂട്ടേഷൻ ആയതുകൊണ്ട് പി ഓഫ് 2 നോക്കാം. പി ഓഫ് 2 എന്ന് പറയുന്നത് എന്താണ്? പി ഓഫ് 4. നമ്മുടെ ഫോർമുല അനുസരിച്ച് എന്ത് വരണം? 2. പി ഓഫ് 4 എന്ന് പറഞ്ഞാൽ പൊസിഷൻ 4ലുള്ള വാല്യൂ 2. സോ ഇതാണ് ഗൈസ് ഇവിടുത്തെ നമ്മുടെ കണ്ടീഷൻ എന്ന് പറയുന്നത്. ഒരു പെർമ്യൂട്ടേഷൻ ആംബിഗ്വസ് പെർമ്യൂട്ടേഷൻ ആവണമെങ്കിൽ, അതായത് ആ പെർമ്യൂട്ടേഷനും അതിന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനും ഈക്വൽ ആവണമെങ്കിലുള്ള കണ്ടീഷനാണ് നമ്മളിപ്പോൾ കണ്ടുപിടിച്ചത്. ഇത് ഞാൻ ഒരു ജനറൽ ആയിട്ട് ഒരെണ്ണം എടുത്ത് കാണിച്ചു എന്നേ ഉള്ളൂ. നിങ്ങളൊന്ന് ആലോചിച്ചാൽ മനസ്സിലാവും. എങ്ങനെയൊക്കെ പെർമ്യൂട്ടേഷൻ ഇട്ടാലും അതിന്റെ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷനായിട്ട് ഈക്വൽ ആവണമെങ്കിൽ ഈ പറയുന്ന പി ഓഫ് ഐ എന്ന് പറയുന്നത് എപ്പോഴും ഐ ആയിരിക്കും. അതായത് ഒറിജിനൽ പെർമ്യൂട്ടേഷനിൽ ഫോർ ഈച്ച് വാല്യൂ പി ഓഫ് ഐ എന്ന് പറയുന്ന പൊസിഷനിൽ ആ പെർമ്യൂട്ടേഷനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഐ തന്നെ ആയിരിക്കണം. ഇങ്ങനെയാണെങ്കിൽ മാത്രമാണ് അത് ആംബിഗ്വസ് പെർമ്യൂട്ടേഷൻ ആവുള്ളൂ. ഇത് നിങ്ങൾക്ക് എത്ര പ്രാവശ്യം വേണം ചെക്ക് ചെയ്ത് നോക്കാം, അത് ഇങ്ങനെ വരത്തുള്ളൂ. അത് നമ്മൾ ഇതൊന്ന് ജസ്റ്റ് ഒന്ന് മാപ്പിംഗ് നോക്കി പാറ്റേൺ നോക്കിയാൽ നമുക്ക് ഈ ഫോർമുലയിലേക്ക് എത്താം. അങ്ങനെയാണ് ഞാൻ എത്തിയത്. ഇനി നമുക്ക് ഇതൊന്ന് കോഡ് ചെയ്ത് നോക്കാം ഗൈസ്. സോ പി ഓഫ് ഐ ഈക്വൽ ടു ഐ ആണോ നോക്കണം. അതായത് ഒറിജിനൽ പെർമ്യൂട്ടേഷനിൽ ഫോർ ഈച്ച് വാല്യൂ പി ഓഫ് ith പൊസിഷനിൽ വരുന്ന വാല്യൂ എന്ന് പറയുന്നത് ഐ തന്നെ ആയിരിക്കും. നമുക്കിതൊന്ന് കോഡ് ചെയ്ത് നോക്കാം. ഞാനിവിടെ കുറച്ച് കോഡ് ചെയ്ത് വെച്ചിട്ടുണ്ട്. എന്നാലും ഞാൻ ഒന്നുകൂടെ എറേസ് ചെയ്ത് വീണ്ടും കോഡ് ചെയ്യാം, നിങ്ങൾക്കത് മനസ്സിലാൻ വേണ്ടിയിട്ട്. കാരണം ഇവിടെ നമ്മൾ ഇൻപുട്ട് എടുക്കുന്ന ഇച്ചിരി ഡിഫറെന്റ് രീതിയിലാണ്. സാധാരണ നമുക്ക് നമ്പർ ഓഫ് ടെസ്റ്റ് കേസ് തരും, ഇവിടെ n ആണ് തന്നിട്ടുള്ളൂ. സോ ആദ്യം ഞാൻ n ഈക്വൽ ടു 1 എന്ന് അസ്യൂം ചെയ്യാണ്. ഫസ്റ്റ് ടെസ്റ്റ് കേസ് എപ്പോഴും ഉണ്ടാവും എന്നുള്ള കേസിൽ n 0 ആവുന്നത് വരെ ടെസ്റ്റ് കേസ് വന്നുകൊണ്ടിരിക്കും. സോ വൈൽ n ഗ്രേറ്റർ ദാൻ 0 n ഈക്വൽ ടു ഇന്റ് ഓഫ് ഇൻപുട്ട്. അടുത്തെന്ന് പറയുന്നത് നമ്മുടെ പെർമ്യൂട്ടേഷൻ p ആയിരിക്കും. p ഈക്വൽ ടു ലിസ്റ്റ് ഓഫ് മാപ്പ് ഓഫ് ഇൻപുട്ട് ഡോട്ട് സ്പ്ലിറ്റ്. ഇനി നമ്മൾ ഒരു ബൂളിയൻ വേരിയബിൾ അങ്ങ് ഡിക്ലെയർ ചെയ്യാണ്. ഞാൻ പറഞ്ഞ പോലെ, അതായത് ഇവിടെ നമ്മൾ ചെയ്യാൻ പോകുന്ന അപ്രോച്ച് എന്ന് പറയുന്നത് നമ്മൾ തന്നിരിക്കുന്ന പെർമ്യൂട്ടേഷൻ ആംബിഗ്വസ് ആണെന്ന് അങ്ങോട്ട് അസ്യൂം ചെയ്യും. എന്നിട്ട് ഞാൻ മുമ്പേ ഡിറൈവ് ചെയ്ത ഫോർമുല വെച്ച് ചെക്ക് ചെയ്യും ഇതിന്റെ എല്ലാ പൊസിഷനിലും ആ ഫോർമുല സാറ്റിസ്ഫൈ ചെയ്യുന്നുണ്ടോ. ഇല്ല എന്നാണെങ്കിൽ അപ്പൊ നമ്മളുടെ അസംപ്ഷൻ തെറ്റാണ്, ആംബിഗ്വസ് അല്ല എന്ന് പ്രിന്റ് ചെയ്യും. സോ നമുക്ക് ആദ്യം ഒരു ബൂളിയൻ വേരിയബിൾ അസ്യൂം ചെയ്യാൻ വേണ്ടിയിട്ട് ട്രൂ എന്ന് സെറ്റ് ചെയ്യാം.
ആംബിഗ്വസ് ട്രൂ. ഇത് നമ്മൾ നമ്മുടെ പെർമ്യൂട്ടേഷനിൽ കൂടെ ഒന്ന് ഐറ്ററേറ്റ് ചെയ്യാൻ പോകണം. ഫോർ ഐ ഇൻ റേഞ്ച് n which is the length of the permutation, ഓരോ പൊസിഷനിലും നമ്മുടെ കണ്ടീഷൻ ചെക്ക് ചെയ്യാണ്, which is what p of I equal to I ആയിരിക്കണം. p of I is equal to I. If p of I equal to I, ഇത് ആംബിഗ്വസ് ആയിട്ടുള്ള കേസ്. നമുക്ക് തിരിച്ച് ചെക്ക് ചെയ്ത് നോക്കാം. ഈ കണ്ടീഷൻ എവിടെയെങ്കിലും ബ്രേക്ക് ആയി കഴിഞ്ഞാൽ നമുക്ക് പറയാം നമ്മുടെ അസംപ്ഷൻ തെറ്റാണ്, ഇറ്റ് വാസ് നോട്ട് ആംബിഗ്വസ്. ഫോഴ്സ് എടുക്കാം, എന്നിട്ട് നമുക്ക് ലൂപ്പ് ബ്രേക്ക് ചെയ്യാം. എന്നിട്ട് ഇവിടെ നമുക്ക് ചെക്ക് ചെയ്യാം, ഇഫ് ആംബിഗ്വസ് പ്രിന്റ് ആംബിഗ്വസ് എൽസ് പ്രിന്റ് നോട്ട് ആംബിഗ്വസ്. ഇനി ഇവിടെ നിങ്ങൾ ശ്രദ്ധിച്ചാൽ ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്. അതായത് നമ്മൾ നേരത്തെ പറഞ്ഞ ഫോർമുല പ്രോഗ്രാം ആയിട്ട് എഴുതുമ്പോൾ ചെറിയൊരു ട്വീക്ക് ചെയ്യണം. അതെന്താന്ന് വെച്ചാൽ ഇവിടെ പി ഓഫ് ഐ എന്ന് പറയുന്നത് ചിലപ്പോൾ നമുക്ക് ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് എക്സെപ്ഷൻ അടിക്കും. ഫോർ എക്സാമ്പിൾ പി ഓഫ് ഐ എന്ന് പറയുന്ന വാല്യൂ ഫോർ എക്സാമ്പിൾ n5 ആണെങ്കിൽ 5 വരെ വരാം. പക്ഷെ നമ്മളുടെ അറേ റെപ്രസെന്റേഷനിൽ നമ്മൾ 0 തൊട്ട് n-1 വരെ ആയിരിക്കും പൊസിഷൻ റെപ്രസെന്റ് ചെയ്യുക. സോ നമ്മൾ പ്രോഗ്രാമാറ്റിക്കലി ചെയ്യുമ്പോൾ പി ഓഫ് ഐ എന്ന് പറഞ്ഞാൽ ഇൻഡെക്സ് ഔട്ട് ഓഫ് റേഞ്ച് അടിക്കും. സോ അതിന്റെ കറസ്പോണ്ടിങ് അറയിൽ വരുന്ന പൊസിഷൻ എന്ന് പറയുന്നത് പി ഓഫ് ഐ -1 കൂടെ ചെയ്യണം. ഇപ്പൊ നമുക്ക് കറക്റ്റ് പൊസിഷൻ കിട്ടും. അതുപോലെ പൊസിഷൻ ചെക്ക് ചെയ്യുമ്പോൾ നമ്മുടെ ക്വസ്റ്റൻ അനുസരിച്ചുള്ള പൊസിഷൻ എന്ന് പറയുന്നത് 1 2 3 4 എന്ന് പറഞ്ഞാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. പക്ഷെ പ്രോഗ്രാമിംഗിൽ പൊസിഷൻ അറയിൽ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടാണ്. സോ ഇവിടെ ഐ സ്റ്റാർട്ട് ചെയ്യുന്നത് 0 തൊട്ടായിരിക്കും. പക്ഷെ നമ്മൾ മാപ്പ് ചെയ്യേണ്ട പൊസിഷൻ എന്ന് പറയുന്നത് I+1 ആയിരിക്കും. സോ അതുകൊണ്ട് റൈറ്റ് സൈഡിൽ ഞാൻ I+1 എന്ന് എടുക്കും. സോ നമ്മുടെ എന്താണ് ലോജിക്ക് കംപ്ലീറ്റ് ആയി ഗൈസ്. സോ ഇത് വെച്ചിട്ട് നമുക്ക് ആൻസർ കിട്ടേണ്ടതാണ്. നമുക്കൊന്ന് റൺ ചെയ്ത് നോക്കാം. നമ്മളിപ്പോ കസ്റ്റം ഇൻപുട്ട് തന്നിരിക്കുന്ന സാമ്പിൾ ഇൻപുട്ടിനെ അഗേൻസ്റ്റ് ആണ് ചെക്ക് ചെയ്യുന്നത്. സിന്റാക്സ് എറർ ആംബിഗ്വസ് ട്രൂ. നമ്മളോട് കേർലി ബ്രേസ് മിസ് ചെയ്തു. കേർലി അല്ല, പാരാന്തസിസ് മിസ് ചെയ്തു, അതാണെന്ന് തോന്നുന്നു. പിന്നെ സ്പെല്ലിങ്ങും തെറ്റാണ്, അത് വിഷയമല്ല, എന്നാലും നമുക്ക് കറക്റ്റ് ചെയ്തേക്കാം. ആംബിഗ്വസ് എന്നാണ് ഞാൻ എഴുതിയത്. ആംബിഗ്വസ് എന്നോട് റൺ ചെയ്ത് നോക്കാം. നമുക്ക് എപ്പോഴും സാമ്പിൾ ഇൻപുട്ടുമായിട്ട് ആദ്യം ടെസ്റ്റ് ചെയ്യുന്നതാണ് നല്ലത്, അത് കഴിഞ്ഞിട്ട് സബ്മിറ്റ് ചെയ്യുന്നതാണ് നല്ലത്. കാരണം ചില കോമ്പറ്റീഷൻസിലൊക്കെ നമ്മൾ നേരെ സബ്മിറ്റ് ചെയ്തിട്ട് എറർ അടിച്ചു കഴിഞ്ഞാൽ, ലോജിക്ക് തെറ്റിക്കഴിഞ്ഞാൽ നമുക്ക് നെഗറ്റീവ് പോയിന്റ്സ് കിട്ടും. അതുകൊണ്ടാണ് ഞാൻ എപ്പോഴും സാമ്പിളുമായിട്ട് ആദ്യം ചെക്ക് ചെയ്യാൻ പറയുന്നത്. എൻഡ് ഓഫ് ഫയൽ വെൻ റീഡിങ് എ ലൈൻ 4. ഓക്കെ, അതായത് ഇവിടെ ഇതെന്താ പറ്റിയെന്ന് വെച്ചാൽ നമ്മളുടെ n0 ആയിട്ടുള്ള കേസിലും ബാക്കി ഈ പറഞ്ഞ ഇൻപുട്ട് എടുക്കാൻ നോക്കും ലൈൻ നമ്പർ 4. അപ്പൊ അത് വേണ്ട. അതുകൊണ്ട് നമുക്ക് ഇഫ് n ഗ്രേറ്റർ ദാൻ 0 മൊത്തം അങ്ങോട്ട് ഇന്റന്റ് ചെയ്യാം. റൺ ചെയ്ത് നോക്കാം. ആംബിഗ്വസ് നോട്ട് ആംബിഗ്വസ്. ഓക്കെ ഗൈസ്, സാമ്പിൾ ഇൻപുട്ട് വെച്ചിട്ട് നമ്മുടെ ആൻസർ കറക്റ്റ് ആണ്. ഇനി നമുക്ക് മൊമെന്റ് ഓഫ് ട്രൂത്തിലേക്ക് കടക്കാം. ലെറ്റ്സ് സബ്മിറ്റ് ദി ആൻസർ ആൻഡ് സീ വാട്ട്സ് ഗോയിങ് ടു ഹാപ്പൻ. സബ്മിഷൻ ക്യൂഡ്. ലെറ്റ്സ് സീ ഗൈസ്. ശരിയാവേണ്ടതാണ് ലോജിക്. Submission queued. Test case 0. Yeah guys, we have again solved another problem. So ഇന്നത്തെ കുറച്ച് കൺഫ്യൂസിങ് ആയിരിക്കും എന്ന് എനിക്കറിയാം. പക്ഷേ ഈ പറഞ്ഞ നിങ്ങൾ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷന്റെ കൺസെപ്റ്റ് ഒന്ന് ഇരുന്ന് ആലോചിച്ച് കഴിഞ്ഞാൽ കിട്ടും. എപ്പോഴും ഈ പറഞ്ഞ പർട്ടിക്കുലർ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യും. അങ്ങനെയാണെങ്കിൽ മാത്രമേ ഇൻവേഴ്സ് പെർമ്യൂട്ടേഷൻ ആവത്തുള്ളൂ ഈ പറഞ്ഞ കേസിൽ. സോ ഗൈസ്, ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ അമർത്തുക. അങ്ങനെയാണെങ്കിൽ മാത്രമേ അടുത്ത വീഡിയോ വരുമ്പോൾ നിങ്ങൾ അറിയത്തുള്ളൂ. സോ ദാറ്റ്സ് ഇറ്റ് ഫോർ ടുഡേസ് വീഡിയോ ഗൈസ്. സീ യു ഇൻ ദ നെക്സ്റ്റ് വീഡിയോ.